സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള താരങ്ങളിൽ ഒരാളാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ എന്നതിലുപരി സ്വന്തം പ്രയത്നം കൊണ്ടാണ് ദിയ വളർന്നത്. ദിയയുടെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം സ്വന്തം വിശേഷം പോലെയാണ് ഫോളോവേഴ്സ് ഏറ്റെടുക്കുന്നത്. ദിയയുടെ കുഞ്ഞിനെ വരവേൽക്കുന്ന വീഡിയോ 90 ലക്ഷത്തോളം പേരാണ് കണ്ടത്. പ്രസവത്തിനിടെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന സങ്കീർണതകൾ എല്ലാം ദിയ വ്യക്തമായി വീഡിയോയിലൂടെ കാണിച്ചു. കുഞ്ഞുമായി ബന്ധപ്പെട്ട ദിയയുടെ എല്ലാ വീഡിയോകളും വളരെ പ്രയോജനപ്രദം എന്നാണ് പലരും കമൻറ്റുകളിൽ വിലയിരുത്തുന്നത്. ഓമി എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന കുഞ്ഞിനിപ്പോൾ 1 മാസം പൂർത്തിയായി. എന്നാൽ ഇതുവരെയും കുഞ്ഞിൻ്റെ മുഖം ദിയ കാണിച്ചിരുന്നില്ല. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ കാണിച്ചിരുന്നെങ്കിലും മുഖം മാത്രം മറച്ചിരുന്നു. ഇതോടെ ദിയയ്ക്കെതിരെ വിമർശനങ്ങളും ഉയർന്നു. കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങൾ കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് മുഖം മാത്രം കാണിച്ചുകൂടാ എന്ന് നിരവധി പേർ ചോദിക്കാൻ തുടങ്ങി. മുഖം കാണിക്കാത്തതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളും ദിയ കേട്ടിരുന്നു. ഇപ്പോഴിതാ എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് കുഞ്ഞിൻ്റെ മുഖം കാണിക്കുന്നത് എന്നാണെന്ന് ദിയ പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കോവളത്ത് കുഞ്ഞിനും അശ്വിനും ഒപ്പം സ്റ്റേക്കേഷൻ ആഘോഷിക്കാൻ എത്തിയതാണ് ദിയ. കുഞ്ഞിൻ്റെ മുഖം കാണിക്കാത്തതിൽ സോറി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത്. വരുന്ന സെപ്റ്റംബർ 5-ന് കുഞ്ഞിൻ്റെ മുഖം കാണിക്കുമെന്നും വമ്പൻ പ്രഖ്യാപനവും ദിയ നടത്തി. അതേസമയം എന്തുകൊണ്ടാണ് സെപ്റ്റംബർ 5-ന് മുഖം റിവീൽ ചെയ്യുന്നതെന്ന് ദിയ വ്യക്തമാക്കുന്നില്ല. സെപ്റ്റംബർ 5-ൻ്റെ പ്രത്യേകത ഫോളോവേഴ്സാണ് കണ്ടുപിടിച്ചത്. അന്ന് ദിയയുടെ 1-ാം വിവാഹ വാർഷിക ദിനമാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് വധുവായി അണിഞ്ഞൊരുങ്ങി ദിയ അശ്വിൻ്റെ ജീവിതത്തിലേക്ക് ഔദ്യോഗികമായി കടന്നു വന്നത്. അതിനാൽ കുഞ്ഞിൻ്റെ മുഖം കാണിക്കാൻ ഈ വിവാഹ വാർഷിക ദിനം തിരഞ്ഞെടുക്കുകയായിരുന്നു. പുതിയ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷത്തിലേറെ പേർ കണ്ടു കഴിഞ്ഞു. കുഞ്ഞിൻ്റെ മുഖം റിവീൽ ചെയ്യുന്ന പ്രഖ്യാപനത്തെ വലിയ ആവേശത്തോടെയാണ് ഫോളോവേഴ്സ് ഏറ്റെടുത്തത്. കുഞ്ഞിൻ്റെ മുഖം കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് നിരവധി ഫോളോവേഴ്സ് കമൻറ്റുകളിൽ കുറിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ സെപ്റ്റംബർ 5 എന്നാണ് ചിലരുടെ കമൻറ്റ്. ഇനിയെങ്കിലും കുഞ്ഞിൻ്റെ മുഖം കാണിക്കാൻ പറഞ്ഞുള്ള കമൻറ്റ്സ് നിർത്താമോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കുഞ്ഞിൻ്റെ മുഖം കാണിക്കട്ടെ എന്നും ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നു. അടുത്തിടെ 1 മാസമായ കുഞ്ഞിനെയും കൊണ്ട് ദിയ സിനിമ കാണാനായി തിയേറ്ററിൽ പോയിരുന്നു. ഇതിൻ്റെ വീഡിയോ ദിയ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. വലിയ വിമർശനമാണ് ഈ വീഡിയോയ്ക്ക് നേരിട്ടത്. 1 മാസം പ്രായമായ കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടത്. വിമർശനങ്ങൾ ബാധിച്ചതോടെ ദിയ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നായാലും സെപ്റ്റംബർ 5-ന് കുഞ്ഞിൻ്റെ മുഖം കാണിക്കും എന്ന് വെളിപ്പെടുത്തിയതോടെ അതിനുള്ള കാത്തിരിപ്പിലാണ് ഫോളോവേഴ്സ്.